എല്ലാവർക്കും മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ ഒന്നാം പാഠമായ ആംഗിൾസ് അഥവാ കോണുകൾ എന്ന പാഠത്തിലെ 17-18 പേജിലെ പ്രവർത്തനങ്ങളാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഇൻ ഈച്ച് ഓഫ് ദ പിക്ചേഴ്സ് ബിലോ കാൽക്കുലേറ്റ് വാട്ട് ഫ്രാക്ഷൻസ് ഓഫ് ദ സർക്കിൾ ആർ ദ യെല്ലോ ആൻഡ് ദ ഗ്രീൻ പാർട്സ്. അതായത് താഴെ തന്നിരിക്കുന്ന ചിത്രത്തിലെ മഞ്ഞ നിറമുള്ള ഭാഗവും പച്ച നിറമുള്ള ഭാഗവും മൊത്തം വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് എന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ ഒരു സർക്കിൾ അല്ലെങ്കിൽ ഒരു വൃത്തം തന്നിട്ടുണ്ട്. അവിടെ ഒരു മഞ്ഞ ഷെയ്ഡുള്ള ഒരു ഭാഗമുണ്ട്. അവിടുത്തെ ആംഗിൾ എന്ന് പറയുന്നത് 20 ഡിഗ്രിയാണ്, 20 ഡിഗ്രിയാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഈ മഞ്ഞ ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഈ ഭാഗം ഈ സർക്കിളിൻ്റെ എത്ര ഭാഗമാണ്. അതുപോലെ തന്നെ ആ പച്ച ഷെയ്ഡ് ചെയ്തിരിക്കുന്ന ഭാഗം ആകെ സർക്കിളിൻ്റെ എത്ര ഭാഗമാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് നോക്കാം. ടോട്ടൽ ആംഗിൾ ഇൻ എ സർക്കിൾ, ഒരു സർക്കിളിലെ ആകെ ആംഗിൾ എന്ന് പറയുന്നത്, ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് ആ മിഡിൽ പോയിന്റിലുള്ള സെൻറ്ററിലുള്ള ആംഗിളാണ്. അത് 360 ഡിഗ്രിയാണ്, 360 ഡിഗ്രിയാണ്. ഇനി ഇവിടെ നമുക്ക് തന്നിട്ടുണ്ട് ഒരു യെല്ലോ പാർട്ട് ഈ സർക്കിളിലുണ്ട്. അതിൻ്റെ ആംഗിൾ എത്രയാണ്? അത് 20 ഡിഗ്രിയാണ്. അപ്പോൾ ഫ്രാക്ഷൻ ഓഫ് യെല്ലോ പാർട്ട് എന്ന് പറയുന്നത് 20/360 ഡിഗ്രിയാണ്. അതിൻ്റെ അർത്ഥം 360 ഡിഗ്രി, ഒരു സർക്കിളിലെ ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രിയിൽ 20 ഡിഗ്രിയാണ് യെല്ലോ പാർട്ട്. അതിനെ നമുക്ക് ഫാക്ടറൈസ് ചെയ്യാം. അപ്പോൾ 0യും 20 ഡിഗ്രിയിലെ 0യും 360 ഡിഗ്രിയിലെ 0യും നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ 2/36 എന്ന് നമുക്ക് കിട്ടും. ഇനി 2നെ 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്താൽ 1 ആണ്. 36നെയും 2 കൊണ്ട് തന്നെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 18 ആണ്. അതിൻ്റെ ഹാഫ് എന്ന് പറയുന്നത് 18 ആണ്. സോ 1/18 എന്ന് കിട്ടും. ഇതിൻ്റെ അർത്ഥം ഈ സർക്കിളിൻ്റെ യെല്ലോ പാർട്ട് എന്ന് പറയുന്നത് 1/18 ആണ്. അതിൻ്റെ മീനിങ് സർക്കിൾ ഒരു 18 ഭാഗങ്ങളാക്കി മാറ്റിയാൽ അതിൽ ഒരു ഭാഗം മാത്രമാണ് യെല്ലോ കളർ വരുന്ന ആ ഭാഗം. ഇനി ഗ്രീൻ പാർട്ടിൻ്റെ ഫ്രാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ നേരത്തെ ചെയ്തതുപോലെ തന്നെ ടോട്ടൽ ആംഗിൾ ഇൻ എ സർക്കിൾ, ഒരു സർക്കിളിലുള്ള ടോട്ടൽ ആംഗിൾ, സെൻറ്ററിലുള്ള ടോട്ടൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഇനി അതിനകത്ത് 20 ഡിഗ്രി യെല്ലോ പാർട്ടാണ് നമുക്ക് തന്നിട്ടുണ്ട്. എങ്കിൽ റിമൈനിങ് പോർഷൻ ആയിരിക്കും ഗ്രീൻ പാർട്ട്. അതായത് ടോട്ടൽ 360 ഡിഗ്രിയാണ്, അതിൽ 20 ഡിഗ്രി യെല്ലോയാണ്. അപ്പോൾ റിമൈനിങ് ഗ്രീൻ പാർട്ട് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി മൈനസ് 20 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു 340 ഡിഗ്രി. അതായത് ടോട്ടൽ 360 ഡിഗ്രിയിൽ 340 ഡിഗ്രിയും ഗ്രീൻ പാർട്ടാണ് അല്ലെങ്കിൽ ഗ്രീൻ ഭാഗമാണ്. ഇനി ഫ്രാക്ഷൻ ഓഫ് ഗ്രീൻ പാർട്ട്, ആ ഗ്രീൻ പാർട്ടിൻ്റെ ഫ്രാക്ഷൻ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ അതിനെ നമ്മൾ എങ്ങനെയാണ് എഴുതുന്നത്? 340 ഡിഗ്രി ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി. അതായത് 360 ഡിഗ്രിയിൽ 340 ഡിഗ്രിയും എന്ത് തന്നെയാണ്? ഗ്രീൻ പാർട്ടാണ്. ഇനി ആ രണ്ട് സീറോസും നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ 34/336 എന്ന് നമുക്ക് ലഭിച്ചു. ഇതിനെ രണ്ടിനെയും 34നെയും 36നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 17/18 എന്ന് ലഭിക്കും. ഇതിൻ്റെ മീനിങ് 18 ഭാഗങ്ങളാണ് മൊത്തം സർക്കിളിലുള്ളത്. അതിൽ 17 ഭാഗവും എന്ത് തന്നെയാണ്? ഗ്രീൻ പാർട്ടാണ്. അപ്പോൾ നമുക്ക് ഫൈനലായിട്ട് എഴുതാം. ഇൻ ദ സർക്കിൾ യെല്ലോ പാർട്ട് ഈസ് 1/18. 18ൽ ഒരു പോർഷൻ മാത്രമേ ഏതുള്ളൂ? യെല്ലോ പാർട്ടുള്ളൂ. ആൻഡ് ഗ്രീൻ പാർട്ട് ഈസ് 17/18. 18 ഭാഗങ്ങളുണ്ടെങ്കിൽ അതിൽ 17 ഭാഗവും ഗ്രീൻ പാർട്ടാണ്. ഉത്തരം ഒരിക്കൽ കൂടെ നോക്കാം. ഈ വൃത്തത്തിലെ ആകെ കോണളവ്, ഒരു വൃത്തമുണ്ട്, അതിൻ്റെ സെൻറ്റർ നടുഭാഗത്തെ ആകെ കോണളവെന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഇനി ഇവിടെ മഞ്ഞ നിറമുള്ള ഭാഗം എത്ര ഡിഗ്രിയാണ് നാം തന്നിരിക്കുന്നത്? അത് 20 ഡിഗ്രിയാണ്. എങ്കിൽ ആ വൃത്തത്തിൽ ആകെ എത്ര മഞ്ഞ ഭാഗമുണ്ട് എന്ന് ചോദിച്ചാൽ ആകെ 360 ഡിഗ്രി ഉണ്ട്, അതിൽ 20 ഡിഗ്രി മഞ്ഞ ഭാഗമാണ്. അപ്പോൾ നമുക്ക് എഴുതാം 20 ഡിഗ്രി ഡിവൈഡഡ് ബൈ, അല്ലെങ്കിൽ 20 ഡിഗ്രി ഭാഗം 360 ഡിഗ്രി. ആ പൂജ്യങ്ങൾ രണ്ടും നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ 2/36 എന്ന് കിട്ടും. 2നെ 2 കൊണ്ട് ഭാഗിച്ചാൽ 1, 36നെ 2 കൊണ്ട് ഭാഗിക്കുക, അപ്പോൾ 18. അപ്പോൾ 1/18 എന്ന് കിട്ടും. അതായത് ഈ വൃത്തത്തിനെ നമ്മൾ 18 ഭാഗങ്ങളാക്കിയാൽ അതിൽ ഒരു ഭാഗം മാത്രമാണ് ഏത്? ആ മഞ്ഞ നിറമുള്ള ഭാഗം. ഇനി പച്ച നിറമുള്ള ഭാഗം ഈ വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണെന്ന് കണ്ടുപിടിക്കാം. അവിടെയും വൃത്തത്തിലെ ആകെ കോണളവ് നമുക്കറിയാം, അത് 360 ഡിഗ്രിയാണ്. ഇനി പച്ച നിറമുള്ള ഭാഗം എത്ര ഡിഗ്രി ഉണ്ടെന്ന് ചോദിച്ചാൽ 360 ഡിഗ്രി ആകെ കോണളവുണ്ട്. അതിൽ
20 ഡിഗ്രി മഞ്ഞ ഭാഗമാണ്. അപ്പോൾ ബാക്കി വരുന്നതാണ് പച്ച ഭാഗം. അപ്പോൾ പച്ച നിറമുള്ള ഭാഗം എത്ര ഡിഗ്രി ഉണ്ടെന്ന് ചോദിച്ചാൽ 360 നിന്ന് 20 ഡിഗ്രി കുറയ്ക്കുന്നു. അപ്പോൾ 340 ഡിഗ്രിയും പച്ച ഭാഗമാണ്. ഇനി ഈ വൃത്തത്തിൽ ആകെ പച്ച ഭാഗം എത്രയുണ്ട്? നമുക്കങ്ങനെ കണ്ടുപിടിക്കാം. ആകെ 360 ഡിഗ്രി ഉണ്ട്. അതിൽ 340 ഡിഗ്രി പച്ച ഭാഗമാണ്. അപ്പോൾ നമുക്ക് എഴുതാം 340 ഡിഗ്രി ഭാഗം 360 ഡിഗ്രി. പൂജ്യങ്ങൾ 2 നമുക്ക് വെട്ടിക്കളഞ്ഞാൽ 34 ഭാഗം 36 എന്ന് കിട്ടും. ഇനി 34നെയും 36നെയും 2 കൊണ്ട് ഭാഗിച്ചാൽ 17/18 എന്ന് കിട്ടും. അതിനർത്ഥം ഈ വൃത്തത്തിലെ പച്ച നിറം എത്ര ഭാഗമുണ്ടെന്ന് ചോദിച്ചാൽ അത് 17/18 ആണ്. വൃത്തത്തെ 18 ഭാഗമാക്കി മാറ്റിയാൽ അതിൽ 17 ഭാഗവും പച്ച നിറമാണ്. അപ്പോൾ നമുക്ക് എഴുതാം, വൃത്തത്തിൽ മഞ്ഞ ഭാഗത്തിൻ്റെ അളവെന്ന് പറയുന്നത് 1/18ഉം പച്ച ഭാഗത്തിൻ്റെ അളവെന്ന് പറഞ്ഞാൽ 17/18ഉമാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ മഞ്ഞ നിറം തന്നിരിക്കുന്നത് 24 ഡിഗ്രിയാണ്. അപ്പോൾ മഞ്ഞ നിറത്തിൻ്റെ എത്ര ഭാഗമുണ്ടെന്ന് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ പച്ച നിറവും ആ സർക്കിൾ അല്ലെങ്കിൽ വൃത്തത്തിൻ്റെ എത്ര ഭാഗമുണ്ടെന്ന് കണ്ടെത്തണം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗം നോക്കാം. ടോട്ടൽ ആംഗിൾ ഇൻ എ സർക്കിൾ. ഒരു സർക്കിളിലെ ആകെ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഇവിടെ യെല്ലോ പാർട്ടിൻ്റെ ആംഗിൾ എന്ന് പറയുന്നത് 24 ഡിഗ്രിയാണ്. എങ്കിൽ ഫ്രാക്ഷൻ ഓഫ് യെല്ലോ പാർട്ട് നമുക്ക് കണ്ടുപിടിക്കാം. 360 ഡിഗ്രിയിൽ 24 ഡിഗ്രി യെല്ലോ പാർട്ടാണ്. സോ 24 ഡിഗ്രി ഡിവൈഡ് ബൈ 360 ഡിഗ്രി. ഇനി 24നെയും 360യെയും 2 കൊണ്ട് ഭാഗിക്കാം. അപ്പോൾ 12/180 എന്ന് കിട്ടും. ഇനി വീണ്ടും അതിനെ 2 കൊണ്ട് ഭാഗിക്കാം. അപ്പോൾ 6/90 എന്ന് കിട്ടും. വീണ്ടും 6നെ 2 കൊണ്ട് ഭാഗിക്കാം. അതുപോലെ 90യെയും 2 കൊണ്ട് ഭാഗിക്കാം. അപ്പോൾ 3/45 എന്ന് കിട്ടും. ഇനി 2 കൊണ്ട് ഭാഗിക്കത്തില്ല, ഡിവൈഡ് ചെയ്യില്ല. അതുകൊണ്ട് 3 കൊണ്ട് 3നെയും 45നെയും നമുക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 3യെ ഡിവൈഡ് ചെയ്യുമ്പോൾ 1 കിട്ടി. 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 15 കിട്ടി. അപ്പോൾ നമുക്ക് യെല്ലോ പാർട്ടിൻ്റെ ഫ്രാക്ഷൻ കിട്ടി 1/15. ഗ്രീൻ പാർട്ടിൻ്റെ ഫ്രാക്ഷൻ കാണാം. ടോട്ടൽ ആംഗിൾ ഇൻ എ സർക്കിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഇവിടെ ഗ്രീൻ പാർട്ട് എന്ന് പറയുന്നത് 24 ഡിഗ്രി കുറയ്ക്കണം. കാരണം 24 ഡിഗ്രി യെല്ലോ പാർട്ടാണ്. സോ 360 ഡിഗ്രി മൈനസ് 24 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു 336 ഡിഗ്രി. ദെൻ ഫ്രാക്ഷൻ ഓഫ് ഗ്രീൻ പാർട്ട് എത്ര ഭാഗമാണെന്ന് ചോദിച്ചാൽ 360 ഡിഗ്രിയിൽ 336 ഡിഗ്രി ഗ്രീൻ പാർട്ടാണ്. സോ 336 ഡിവൈഡ് ബൈ 360. രണ്ടിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 168 ഡിവൈഡ് ബൈ 180 എന്ന് കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 84 ഡിവൈഡ് ബൈ 90 എന്ന് കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 42/45 എന്ന് കിട്ടും. ഇനി രണ്ടിനെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ സാധിക്കില്ല. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 14/15 എന്ന് ലഭിക്കും. അതായത് ഗ്രീൻ പാർട്ടിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 14/15 ആണ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ നോക്കാം. ഇവിടെ വൃത്തത്തിലെ ആകെ കോണളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അതിൽ മഞ്ഞ നിറമുള്ള ഭാഗം 24 ഡിഗ്രിയാണ്. അപ്പോൾ വൃത്തത്തിൽ എത്ര മഞ്ഞ ഭാഗമുണ്ടെന്ന് ചോദിച്ചാൽ 360 ഡിഗ്രിയിൽ 24 ഡിഗ്രി മഞ്ഞ ഭാഗമാണ്. അപ്പോൾ 24 ഡിഗ്രി ഭാഗം 360 എന്ന് എഴുതാം. അവിടെ 2 കൊണ്ട് മുകളിലും താഴെയും ഭാഗിച്ചാൽ 12/180 എന്ന് ലഭിക്കും. വീണ്ടും 2 കൊണ്ട് ഭാഗിച്ചാൽ 6/90 എന്ന് കിട്ടും. ഇനി 6നെയും 90നെയും വീണ്ടും നമുക്ക് 2 കൊണ്ട് ഭാഗിച്ചാൽ 3/45 എന്ന് ലഭിക്കും. ഇനി 2നെ 3 കൊണ്ട് ഭാഗിച്ചാൽ 1/15 എന്ന് ലഭിക്കും. അതായത് വൃത്തത്തിൽ ആ മഞ്ഞ ഭാഗം എന്ന് പറയുന്നത് 1/15 ആണ്. 15ൽ ഒരു ഭാഗമാണ് മഞ്ഞയുള്ളത്. ഇനി പച്ച നിറമുള്ള ഭാഗം കണ്ടുപിടിക്കാം. വൃത്തത്തിൽ ആകെ കോണളവ് 360 ഡിഗ്രി. ഇനി പച്ച നിറമുള്ള ഭാഗം എന്ന് പറയുന്നത് മഞ്ഞ നിറമുള്ള ഭാഗം കുറച്ചിട്ടുള്ളതാണ്. അപ്പോൾ 360 ഡിഗ്രിയിൽ നിന്ന് 24 ഡിഗ്രി മഞ്ഞ ഭാഗം കുറച്ചാൽ 336 ഡിഗ്രിയാണ് പച്ച നിറമുള്ള ഭാഗമുള്ളത്. അത് ഈ വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണെന്ന് ചോദിച്ചാൽ ആകെ 360 ഡിഗ്രിയിൽ 336 ഡിഗ്രി പച്ച ഭാഗം. അപ്പോൾ 336/360. ഇതിനെ 2 കൊണ്ട് ഭാഗിച്ചാൽ 168/180 എന്ന് ലഭിക്കും. വീണ്ടും 2 കൊണ്ട് ഭാഗിക്കാം. 84/90 എന്ന് ലഭിക്കും. വീണ്ടും 2 കൊണ്ട് ഭാഗിച്ചാൽ 42/45 എന്ന് ലഭിക്കും. ഇനി 2നെ 2 കൊണ്ട് ഭാഗിക്കത്തില്ല. നമുക്ക് 3 കൊണ്ട് ഭാഗിച്ചാൽ 14/15 എന്ന് കിട്ടും. അതായത് ആകെ 15 ഭാഗങ്ങളുണ്ട്. അതിൽ 14 ഭാഗവും ആരാണ്?
അത് പച്ച ഭാഗമാണ്. മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ മഞ്ഞ നിറമുള്ള ഭാഗം 54 ഡിഗ്രിയാണ്, 54 ഡിഗ്രിയാണ്. അതിൻ്റെ ഫ്രാക്ഷൻ കണ്ടുപിടിക്കാം. ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രി, യെല്ലോ പാർട്ട് എന്ന് പറയുന്നത് 54 ഡിഗ്രിയാണ്. സോ ഫ്രാക്ഷൻ ഓഫ് യെല്ലോ പാർട്ട് എന്ന് പറയുന്നത് 360 ഡിഗ്രിയിൽ 54. സോ 54 ഡിവൈഡ് ബൈ 360. രണ്ടിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 27 ഡിവൈഡ് ബൈ 180. അതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം ന്യൂമറേറ്ററും ഡിനോമിനേറ്ററിലും. സോ 9/60 എന്ന് ലഭിക്കും. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3/20 എന്ന് ലഭിക്കും. അവിടെ യെല്ലോ പാർട്ട് എന്ന് പറയുന്നത് 3/20 ആണ്. ഇനി ഗ്രീൻ പാർട്ട് കണ്ടുപിടിക്കാം. ടോട്ടൽ ആംഗിൾ 360 ഡിഗ്രി, ഗ്രീൻ പാർട്ട് എന്ന് പറയുന്നത് 54 ഡിഗ്രി, യെല്ലോ പാർട്ട് മൈനസ് ചെയ്തിട്ടുള്ളതാണ്. സോ ഗ്രീൻ പാർട്ട് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി മൈനസ് 54 ഡിഗ്രി വിച്ച് ഈസ് ഈക്വൽ ടു 306 ഡിഗ്രി. അപ്പോൾ ഫ്രാക്ഷൻ കണ്ടുപിടിച്ചാൽ 360 ഡിഗ്രിയിൽ 306 ഡിഗ്രിയാണ് യെല്ലോ പാർട്ട് വരുന്നത്. അതിനെ നമുക്ക് 306 ഡിവൈഡ് ബൈ 360 എന്ന് എഴുതാം. 2 കൊണ്ട് മുകളിലും താഴെയും ഡിവൈഡ് ചെയ്താൽ 153 ഡിവൈഡ് ബൈ 180 എന്ന് കിട്ടും. ഇനി നമുക്കതിനെ 3 കൊണ്ട് മുകളിലും താഴെയും ഡിവൈഡ് ചെയ്താൽ 51/60 എന്ന് കിട്ടും. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 17/20 എന്ന് ലഭിക്കും. അതായത് ഗ്രീൻ പാർട്ടിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 17/20 ആണ്. 20 ഭാഗിക്കുമ്പോൾ അതിൽ 17 ഭാഗവും ഏതാണ്? ഗ്രീൻ പാർട്ടാണ്. ഒരിക്കൽ കൂടെ നോക്കാം. ഇവിടെ വൃത്തത്തിൽ ആകെയുള്ള കോണെന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. ഇനി മഞ്ഞ നിറമുള്ള ഭാഗം ഇവിടെ നൽകിയിട്ടുള്ളത് 54 ഡിഗ്രിയാണെന്നാണ്. ഈ 360 ഡിഗ്രിയിൽ 54 ഡിഗ്രിയും മഞ്ഞ നിറമുള്ള ഭാഗമാണ്. അപ്പോൾ ആകെ വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണ് മഞ്ഞ നിറമെന്ന് ചോദിച്ചാൽ 54 ഭാഗം 360. ഇനി അതിനെ 2 കൊണ്ട് മുകളിലും താഴെയും ഭാഗിച്ചാൽ 27 ഭാഗം 180 എന്ന് ലഭിക്കും. ഇനി 27നെ 180നെ 3 കൊണ്ട് ഭാഗിക്കാം. അപ്പോൾ 9 ഭാഗം 60 എന്ന് കിട്ടും. വീണ്ടും 3 കൊണ്ട് ഭാഗിച്ചാൽ 3 ഭാഗം 20 എന്ന് ലഭിക്കും. അതായത് ഈ വൃത്തത്തിനെ ആകെ 20 ഭാഗമാക്കിയാൽ അതിൽ 3 ഭാഗമാണ് മഞ്ഞ നിറമുള്ളത്. ഇനി പച്ച നിറമുള്ള ഭാഗം എത്രയാണെന്ന് നോക്കാം. വൃത്തത്തിലെ ആകെ കോണളവ് 360 ഡിഗ്രിയാണെന്ന് നമുക്കറിയാം. അതിൽ 54 ഡിഗ്രി മഞ്ഞയാണ്, ബാക്കി വരുന്നതാണ് പച്ച നിറമുള്ള ഭാഗം. അപ്പോൾ 360 നിന്ന് 54 ഡിഗ്രി കുറച്ചാൽ 306 ഡിഗ്രിയാണ് പച്ച ഭാഗം വരുന്നത്. ഇനി ആകെയുള്ള 360 ഡിഗ്രിയിൽ 306 ഡിഗ്രി പച്ചയാണ്. അത് വൃത്തത്തിൽ എത്ര ഭാഗമാണെന്ന് ചോദിച്ചാൽ 306 ഡിവൈഡ് ബൈ 360. അതിനെ 2 കൊണ്ട് ഭാഗിച്ചാൽ 153 ഭാഗം 180 എന്ന് ലഭിക്കും. വീണ്ടും അതിനെ 3 കൊണ്ട് നമുക്ക് ഭാഗിക്കാം. അപ്പോൾ 51 ഭാഗം 60 എന്ന് ലഭിക്കുന്നു. 51നെ 60നെ വീണ്ടും 3 കൊണ്ട് ഭാഗിച്ചാൽ 17 ഭാഗം 20 എന്ന് ലഭിക്കും. അതായത് ആകെയുള്ള 20 ഭാഗത്തിൽ 17 ഭാഗവും പച്ച ഭാഗമാണ്. നാലാമത്തെ ചിത്രം നോക്കാം. ഇവിടെ യെല്ലോ പാർട്ട് എന്ന് പറയുന്നത് 80 ഡിഗ്രിയാണ്. അതിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ 80 ഡിഗ്രി ഡിവൈഡ് ബൈ 360 ഡിഗ്രി. സീറോസ് രണ്ടും ക്യാൻസൽ ചെയ്യാം. 8/36 എന്ന് ലഭിക്കും. 8നെയും 36നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 4/18 എന്ന് ലഭിക്കും. വീണ്ടും 2നെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2/9 എന്ന് ലഭിക്കും. സോ യെല്ലോ പാർട്ടിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 2/9. ദെൻ ഗ്രീൻ പാർട്ടിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുമ്പോൾ 360 ആണ് ടോട്ടൽ ആംഗിൾ. അതിൽ 80 ഡിഗ്രി യെല്ലോ പാർട്ടാണ്. ഗ്രീൻ പാർട്ട് എന്ന് പറയുമ്പോൾ 360 മൈനസ് 80 വിച്ച് ഈസ് ഈക്വൽ ടു 280 ഡിഗ്രിയാണ് ഗ്രീൻ പാർട്ട്. ഇനി അതിൻ്റെ ഫ്രാക്ഷൻ 280 ഡിവൈഡ് ബൈ 360. സീറോസ് ക്യാൻസൽ ചെയ്താൽ 28/36 എന്ന് ലഭിക്കും. അതിനെ 2 നമ്പേഴ്സിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 14/18 എന്ന് കിട്ടും. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7/9 എന്ന് ലഭിക്കും. അതായത് ഗ്രീൻ പാർട്ടിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 7/9 ആണ്. ഒരിക്കൽ കൂടെ നോക്കാം. ഇവിടെ മഞ്ഞ നിറമുള്ള ഭാഗം 80 ഡിഗ്രിയും തന്നിട്ടുണ്ട്. ആകെയുള്ള കോണളവ് 360 ഡിഗ്രി ആയതിനാൽ മഞ്ഞ നിറത്തിൻ്റെ ഭാഗം എത്രയാണെന്ന് ചോദിച്ചാൽ 80 ഡിഗ്രി ഭാഗം 360 ഡിഗ്രി. പൂജ്യങ്ങൾ വെട്ടിക്കളഞ്ഞാൽ 8 ഭാഗം 36. 2നെയും 2 കൊണ്ട് ഭാഗിച്ചാൽ 4 ഭാഗം 18. വീണ്ടും 2 കൊണ്ട് 2 നമ്പറുകളെയും ഭാഗിച്ചാൽ 2 ഭാഗം 9 എന്ന് കിട്ടും. അപ്പോൾ മഞ്ഞ നിറത്തിൻ്റെ ഭാഗം എത്രയാണെന്ന് ചോദിച്ചാൽ 2 ഭാഗം 9. ഇനി പച്ച നിറത്തിൻ്റെ ഭാഗമാണ് ചോദിക്കുന്നത് അടുത്തത്. അപ്പോൾ 360ൽ നിന്ന് 80 ഡിഗ്രി മഞ്ഞ ഭാഗം കുറയ്ക്കണം. അപ്പോൾ 280 ഡിഗ്രിയാണ് പച്ച നിറമുള്ള ഭാഗം. അപ്പോൾ ഈ വൃത്തത്തിൽ പച്ച നിറമുള്ള ഭാഗം എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ 280 ഡിഗ്രി ഭാഗം 360.
0 2 വെട്ടിക്കളഞ്ഞാൽ 28/36. രണ്ട് നമ്പറുകളെയും 2 കൊണ്ട് ഭാഗിച്ചാൽ 14/18 എന്ന് ലഭിക്കുന്നു. വീണ്ടും 2 കൊണ്ട് ഭാഗിച്ചാൽ 7/9 എന്ന് ലഭിക്കും. അതായത് വൃത്തത്തിൽ പച്ച നിറമുള്ള ഭാഗം എത്രയാണെന്ന് ചോദിച്ചാൽ അത് 9ൽ 7 ഭാഗവും പച്ച നിറമുള്ള ഭാഗമാണ്. അടുത്ത ചോദ്യത്തിൽ മഞ്ഞ നിറമുള്ള ഭാഗം 108 ഡിഗ്രിയാണ്. അതിൻ്റെ ഫ്രാക്ഷൻ എത്രയാണ്? 108 ഡിഗ്രി ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി. 2നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 54/180. വീണ്ടും അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 27/90 ഡിഗ്രി. വീണ്ടും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 9/30 എന്ന് ലഭിക്കും. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 3/10. അതായത് യെല്ലോ പാർട്ടിൻ്റെ ഫ്രാക്ഷൻ 3/10. ഗ്രീൻ പാർട്ടിൻ്റെ ഫ്രാക്ഷൻ എത്രയാണ്? ടോട്ടൽ 360 ഡിഗ്രിയിൽ 108 ഡിഗ്രി യെല്ലോ പാർട്ടാണ്. അത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 252 ഡിഗ്രിയാണ് ഗ്രീൻ പാർട്ട്. അതിൻ്റെ ഫ്രാക്ഷൻ 252 ഡിഗ്രി ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി. അതിനെ 2 കൊണ്ട് രണ്ട് നമ്പറുകളെയും ഡിവൈഡ് ചെയ്താൽ 126 ഡിവൈഡഡ് ബൈ 180. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 63 ഡിവൈഡഡ് ബൈ 90. വീണ്ടും നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 21/30 എന്ന് ലഭിക്കുന്നു. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7/10 എന്ന് ലഭിക്കും. അപ്പോൾ ഗ്രീൻ പാർട്ടിൻ്റെ ഫ്രാക്ഷൻ എത്രയാണെന്ന് ചോദിച്ചാൽ 7/10 ആണ്. ചിത്രത്തിൽ മഞ്ഞ നിറമുള്ള ഭാഗം 108 ഡിഗ്രിയാണ്. അപ്പോൾ ഈ വൃത്തത്തിൽ മഞ്ഞ നിറമുള്ള ഭാഗം എത്രയുണ്ടെന്ന് ചോദിച്ചാൽ 108/360. 2നെ 2 കൊണ്ട് ഭാഗിച്ചാൽ 54/180. വീണ്ടും 2 കൊണ്ട് ഭാഗിച്ചാൽ 27/90. 2നെ 3 കൊണ്ട് ഭാഗിച്ചാൽ 9/30. വീണ്ടും 3 കൊണ്ട് ഭാഗിച്ചാൽ 3/10 എന്ന് ലഭിക്കും. അതായത് ഈ വൃത്തത്തിലെ മഞ്ഞ ഭാഗം എത്രയാണ്? 3/10 ആണ്. ഇനി പച്ച ഭാഗം എത്രയാണ്? 108 ഡിഗ്രി മഞ്ഞ ഭാഗമാണ്. ആകെയുള്ള 360ൽ നിന്ന് ഈ 108 ഡിഗ്രി കുറച്ച് കഴിയുമ്പോൾ 252 ഡിഗ്രിയാണ് പച്ച ഭാഗം. അത് വൃത്തത്തിൻ്റെ എത്ര ഭാഗമാണെന്ന് ചോദിച്ചാൽ 252/360. 2നെ 2 കൊണ്ട് ഭാഗിച്ചാൽ 126/180. വീണ്ടും 2 കൊണ്ട് രണ്ട് സംഖ്യകളെയും ഭാഗിച്ചാൽ 63/90. ഇനി 2നെ 3 കൊണ്ട് ഭാഗിക്കണം. അപ്പോൾ 21/30 എന്ന് ലഭിക്കും. വീണ്ടും 3 കൊണ്ട് ഭാഗിച്ചാൽ 7/10 എന്ന് ലഭിക്കും. അതായത് പച്ച നിറം ഈ വൃത്തത്തിൽ 7/10 ഭാഗമാണ്. അവസാന ചോദ്യം നോക്കാം. ഇവിടെ യെല്ലോ പാർട്ട് എന്ന് പറയുന്നത് 150 ഡിഗ്രിയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 150 ഡിവൈഡഡ് ബൈ 360. സീറോസ് ക്യാൻസൽ ചെയ്താൽ 15 ഡിവൈഡഡ് ബൈ 36 ആണ്. വീണ്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 5/12 എന്ന് ലഭിക്കും. സോ ഫ്രാക്ഷൻ ഓഫ് യെല്ലോ പാർട്ട് 5/12. ഇനി ഗ്രീൻ പാർട്ടിൻ്റെ ഫ്രാക്ഷൻ എത്രയാണ്? 360 ഡിഗ്രി ടോട്ടലിൽ നിന്ന് 150 ഡിഗ്രി യെല്ലോ പാർട്ട് കുറച്ച് കഴിഞ്ഞാൽ 210 ഡിഗ്രിയാണ് ഗ്രീൻ പാർട്ട്. അതിൻ്റെ ഫ്രാക്ഷൻ 210 ഡിവൈഡഡ് ബൈ 360. സീറോസ് ക്യാൻസൽ ചെയ്യുന്നു. 21/36. 3 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 7/12 എന്ന് ലഭിക്കും. സോ ഫ്രാക്ഷൻ ഓഫ് ഗ്രീൻ പാർട്ട് ഈസ് 7/12. ഉത്തരം ഒരിക്കൽ കൂടെ നോക്കാം. ഇവിടെ മഞ്ഞ ഭാഗം 150 ഡിഗ്രിയാണ്. അപ്പോൾ ഈ വൃത്തത്തിൽ മഞ്ഞ ഭാഗം ആകെ എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ ആകെ 360 ഡിഗ്രിയിൽ 150 ഡിഗ്രിയും മഞ്ഞ ഭാഗം. അപ്പോൾ 150 ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി. സീറോസ് പൂജ്യങ്ങൾ നമുക്ക് വെട്ടിക്കളയാം. അപ്പോൾ 15/36. വീണ്ടും 2നെ 3 കൊണ്ട് ഭാഗിച്ചാൽ 5/12 ലഭിക്കും. അപ്പോൾ വൃത്തത്തിൽ മഞ്ഞ ഭാഗം എന്ന് പറയുന്നത് 5/12 ആണ്. ഇനി പച്ച നിറമുള്ള ഭാഗം എത്രയാണ്? 360 ഡിഗ്രിയും 150 ഡിഗ്രിയും മഞ്ഞയാണ്. ബാക്കി വരുന്ന 210 ഡിഗ്രിയാണ് പച്ച ഭാഗം. അപ്പോൾ വൃത്തത്തിൽ ആ പച്ച ഭാഗം 210 ഡിഗ്രി ഭാഗം 360 ആണ്. പൂജ്യങ്ങൾ വെട്ടിക്കളഞ്ഞാൽ 21/36 എന്ന് ലഭിക്കും. അതിനെ 2നെ 3 കൊണ്ട് ഭാഗിച്ചാൽ 7/12 എന്ന് ലഭിക്കും. അതായത് പച്ച ഭാഗം 12ൽ 7 ഭാഗമാണ്. ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങളുമായി തൊട്ടടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി.